അനധികൃത കുടിയേറ്റക്കാരോട് കേന്ദ്ര സർക്കാർ അനുകമ്പ കാണിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയുമായ സാം പീത്രോഡ അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാർ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ തുരത്തുകയാണ്. ബംഗ്ലാദേശിൽ അടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാർ വിശപ്പും ദാരിദ്ര്യവും മൂലമാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അവരോട് കരുണ കാണിക്കുകയാണ് ചെയ്യേണ്ടതെന്നും സാം അഭിപ്രായപ്പെടുന്നു. അനധികൃത കുടിയേറ്റം തെറ്റായിരിക്കാം, പക്ഷേ അവർക്ക് ഈ രാജ്യത്തേക്ക് വരാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പാടുണ്ടെന്നും സ്വന്തം രാജ്യത്ത് ദാരിദ്ര്യവും വിശപ്പുമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നതെന്നും അങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ തുരത്തി ഓടിക്കുന്നതിന് പകരം അനുകമ്പയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കേണ്ടതെന്നാണ് സാം പറയുന്നത്. എന്നാൽ BJP സർക്കാർ അനധികൃത കുടിയേറ്റക്കാരെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. അനധികൃത കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾക്ക് പകരം കേന്ദ്ര സർക്കാർ ആഗോള താപനം പോലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നുമാണ് ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ സാം പീത്രോഡ അഭിപ്രായപ്പെടുന്നത്. പതിവ് പോലെ തന്നെ സാം പീത്രോയുടെ പരാമർശങ്ങൾ കോൺഗ്രസിനെ വലിയൊരു പുതിയ വിവാദ കുരുക്കിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നേരത്തെ ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നുള്ള പീത്രോയുടെ പ്രസ്താവന കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയിരുന്നു. ഇപ്പോൾ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള സാം പീത്രോയുടെ പരാമർശങ്ങൾക്ക് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്നതും. നിരുത്തരവാദപരവും അതിക്രമപരവുമായ പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായ സാം പീത്രോഡോ നടത്തുന്നതെന്നും BJP കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ അനധികൃതമായി കടക്കുന്ന ബംഗ്ലാദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ നിന്നും അനധികൃതമായി താമസിച്ച 7 ബംഗ്ലാദേശി പൗരന്മാരാണ് പിടിയിലായതും. രാജ്യത്ത് അനധികൃത ബംഗ്ലാദേശികളെ കുടിയൊഴിപ്പിക്കുന്നത് പുരോഗമിക്കുകയാണ്. ഇന്ത്യയിൽ കാലാവധി കഴിഞ്ഞിട്ടും താമസിക്കുന്ന വിദേശ പൗരന്മാരെ തിരിച്ചയക്കുന്നതിനായി ഡൽഹി പോലീസ് ഒരു ഡാറ്റാബേസ് തയ്യാറാക്കി പരിശോധിച്ചു വരികയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 7 പേർ കൂടെ പിടിയിലായതും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ താമസിച്ചതിന് ബംഗ്ലാദേശി പൗരന്മാരാണ് പിടിയിലായതെന്നും വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ പിടിയിലായ 7 ബംഗ്ലാദേശി പൗരന്മാരെയും നാടുകടത്തുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. അതേസമയം ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തിന്റെ ആദ്യ 15 ദിവസങ്ങളിലായി 90 അനധികൃത ബംഗ്ലാദേശ് പൗരന്മാരെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 60 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും അവിടെ ഹിന്ദുക്കൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്കും മറുപടിയായി അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് ഏജന്റുമാരുടെ സമഗ്ര ശൃംഖല പ്രവർത്തിക്കുന്നതായും പോലീസിന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അനധികൃത പ്രവേശനം ഉറപ്പാക്കുന്നതിനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കുന്നതിനും ഇന്ത്യയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനുമുള്ള പരിധി ചിലവ് 25,000 രൂപ മാത്രമാണ് എന്നും പോലീസ് വെളിപ്പെടുത്തുന്നു. പശ്ചിമ ബംഗാളിലൂടെ കർശനമായ ഏറ്റവും സുരക്ഷിതവും ചിലവേറിയതുമായ പാതയാണ്. ഒരാൾക്ക് 20,000 രൂപ വേണ്ടിവരും. ഏജന്റുമാർ സുരക്ഷിതമായ ക്ലോസിംഗ് ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പർവ്വത പാതകളാണ് സുരക്ഷിതമായ വഴികൾ. ഇതിന് ഒരാൾക്ക് 8,000 രൂപയാണ് ഏജന്റുമാർ ഈടാക്കുന്നത്. അതുപോലെ തന്നെ ജലപാതകൾ വഴിയാണെങ്കിൽ 4,000 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. എന്നാൽ മുതലയുടെയും കടുവയുടെയും പോലുള്ള ആക്രമണങ്ങൾ നിറഞ്ഞ മാർഗമാണിത്. പർവ്വത പാത പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇതിനോടും ആഭിമുഖ്യമില്ല എന്നും പോലീസ് പറയുന്നു. ഇന്ത്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2,000 രൂപയ്ക്ക് വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളും ആധാർ കാർഡുകളും തരപ്പെടുത്തുന്നു. ഇതിനായി ഏജന്റുമാർ സഹായം നൽകുകയും ചെയ്യുന്നു. ഈ വ്യാജരേഖകൾ ഉപയോഗിച്ച് നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തുടനീളം അനിയന്ത്രിതമായ സഞ്ചാരം ഉറപ്പു നൽകുന്നു. 3,000 രൂപ കമ്മീഷനോട് ഇവർക്ക് താമസവും ജോലിയും ക്രമീകരണങ്ങളും ലേബർ കോൺട്രാക്ടർമാരുടെ എല്ലാം തന്നെ നൽകി വരുന്നു. ഗോവണ്ടി, മാൻബുർഗ്, ശിവാജി നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇവർ കൂടുതലായി തമ്പടിക്കുന്നത് മുംബൈ ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തിയിരുന്നു. മാൾഡ, മുർഷിദാബാദ്, പശ്ചിമ ബംഗാളിലെ 24 പർഗാനാസ് എന്നിവിടങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളിലൂടെയാണ് നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. അതേപോലെ തന്നെ ബിജാപൂർ, ചപ്പായി എന്നിവിടങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കണ്ണു വെട്ടിക്കാൻ ഏജന്റുമാർ മൂടൽമഞ്ഞുള്ള രാത്രികളാണ് കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത്. കൂടാതെ ബംഗ്ലാദേശ് അതിർത്തി സേനയും അതിർത്തി സുരക്ഷാ സേനയുടെയും എല്ലാം തന്നെ ഡയറക്ടർ ജനറൽ തല ചർച്ച ഫെബ്രുവരി 16 മുതൽ 20 വരെ ഡൽഹിയിൽ നടക്കും. അതിർത്തിയിലെ അതിക്രമങ്ങൾ, ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം, ഏകോപിത പെട്രോളിംഗ് എന്നിവയെല്ലാം തന്നെ ചർച്ചയിൽ അജണ്ടയാകും. ഒക്ടോബർ 24-ന് ചർച്ച നടക്കുമെന്ന് അറിയിച്ചെങ്കിലും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം മാറ്റിവെക്കുകയായിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കമാൻഡർ തല ചർച്ചയിൽ ഇരു രാജ്യങ്ങളുടെയും കർഷകരൊഴികെയുള്ളവർ അതിർത്തിയിൽ കടക്കുന്നതിനെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങൾ തീരുമാനമായിരുന്നു.
ബംഗ്ലാദേശിൽ അരങ്ങേറിയ രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഇടയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട 700ഓളം തടവുകാർ ഇപ്പോഴും ഒളിവിലാണ് എന്ന വെളിപ്പെടുത്തലുമായി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇവർ ഇന്ത്യയിലേക്കാണോ എത്തിയതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നതും. അനധികൃത കുടിയേറ്റക്കാർ എന്ന നിലയിൽ നിരവധി പേരെയാണ് ഇന്ത്യയിൽ നിന്ന് പോലീസ് പിടികൂടുന്നതും. നിരവധി പേർ പല വഴികളിലൂടെയും ഇന്ത്യയിലേക്ക് കടക്കാറുള്ള ശ്രമം നടത്താറുണ്ട്. 700ഓളം തടവുകാർ ജയിലിലേക്ക് പുറത്താണുള്ളത്. അവർ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആഭ്യന്തരകാര്യ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇത്. രക്ഷപ്പെട്ടവരിൽ ഭൂരിഭാഗവും വീണ്ടും അറസ്റ്റിലായെങ്കിലും ബാക്കിയുള്ളവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഒളിവിൽ കഴിയുന്നവരെ കുറച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയാണ് എന്നും ഒളിവിൽ പോയവരെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. ശിക്ഷിക്കപ്പെട്ടവരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും അടക്കം 700ഓളം തടവുകാർ ഒളിവിലാണെന്ന് ബംഗ്ലാദേശ് ജയിലിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പറയപ്പെടുന്നു. ഏകദേശം 2 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഓഗസ്റ്റ് 5-ന് ശേഷം ഒരു കുറ്റവാളിയും പൊതുമാപ്പ് പ്രകാരം ജയിലിൽ മോചിതരായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജയിലിലുള്ളവർ പുതിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയാൽ അവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന കവർച്ചയും കൊള്ളയടിക്കലും എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും എന്നാൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് ചുമതലകൾ നിർവഹിക്കുന്നതിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ അസാധാരണമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നതും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഷെയ്ഖ് ഹസീനയെ പോലെ ശക്തമായ ഒരു നേതാവിന്റെ അഭാവത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെയുള്ള മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്തുകളുടെയും അനധികൃത കുടിയേറ്റവും വർദ്ധിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. അതിർത്തി രക്ഷാസേനയുടെ നിരീക്ഷണം ശക്തമായതടക്കം നടപടികൾ ഇതിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തിയിൽ ഇന്ത്യ വേലി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് ഉയർത്തിയ പ്രതിഷേധം കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. അതിർത്തിയിലെ 5 അടിയിൽ BSF അടുത്തിടെ വേലി നിർമ്മാണം ആരംഭിച്ചിരുന്നു. നുഴഞ്ഞുകയറ്റം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇത് സൂചിപ്പിക്കുന്നതും. എന്നാൽ ഈ വേലി നിർമ്മാണം ഉഭയകക്ഷി കരാറിന് എതിരാണ് എന്നും ബംഗ്ലാദേശ് ആരോപിക്കുന്നുണ്ട്. അതേപോലെ വേലി നിർമ്മാണത്തിനുള്ള ശ്രമം അതിർത്തിയിൽ അസ്വാരസ്യത്തിന് കാരണമാകുമെന്നും ഇവർ പറയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ധക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയുമായിട്ട് ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന്റെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറൽ ഇസ്ലാമിനെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയോട് സ്വാഭാവികമായ രീതിയിൽ ഇന്ത്യയും പ്രതികരിച്ചു എന്നാണ് ഇതിൽ നിന്നൊക്കെ തന്നെ അർത്ഥമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.